മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. മിഥില ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ വാർഡുകളിലുമൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴും ഏതൊക്കെ മേഖലകളിലാണ് മഴ തുടരുന്നത്? പൊതുവായ സാഹചര്യം എന്താണ് മിഥില? ശ്രീജിത്ത്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിനകത്താണ്. ഈ അകത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡെലിവറി നടക്കുന്ന, പ്രസവം നടക്കുന്ന കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ആശുപത്രിയുടെ ഉള്ളിലാണ് ഞാനുള്ളത്. അവിടെയാണ് ഈ വെള്ളം, ആശുപത്രിക്കുള്ളിൽ പൂർണ്ണമായും വെള്ളമാണ്. താഴത്തെ നിലയിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ പൂർണ്ണമായും വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു രോഗികളെ പ്രവേശിപ്പിക്കുന്ന സ്ഥലത്തിനടുത്തുള്ളതാണ്. കുറേ ആളുകൾ, ഈ രോഗികളുടെ, അതായത് പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ പ്രവേശിപ്പിച്ച ഒരു സ്ഥലമാണ്. ഇവിടെ ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധത്തിലാണ്. ഇത്തരത്തിൽ വെള്ളം കയറിയപ്പോൾ രോഗികളെല്ലാം മാറ്റിയിട്ടുണ്ട്. ICUവിൽ നിന്നുൾപ്പെടെ രോഗികളെ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടായി. നമുക്കൊപ്പം ഇപ്പോൾ രോഗികളുടെ ബന്ധുക്കൾ ചേരുന്നുണ്ട്. എന്താ ഇവിടുത്തെ ഒരു സാഹചര്യം? ഇവിടെ പെട്ടെന്നാണ് മഴ പെയ്തിട്ട് മൊത്തം വെള്ളം ഇത്രയൊന്നല്ല, ഇപ്പോൾ വെള്ളമൊക്കെ ഫുള്ള് വറ്റിയതാണ്. ഇപ്പോൾ മൊത്തം വെള്ളമായി. അവിടുന്ന് മുകളിൽ നിന്നുള്ള വെള്ളം എല്ലാം കൂടി താഴോട്ട് വന്നിട്ട് ഫുള്ളും ഇങ്ങോട്ട് വന്ന് അടിച്ചു കയറി. ഇവിടെ ICU, അപ്പോഴത്തെ ICU ഐസൊലേഷൻ വാർഡിലാണ്. എൻ്റെ മോനൊക്കെ ചെറിയൊരു ഫുഡ് പോയിസണായിട്ട് വന്നതാണ്. അപ്പോൾ അവിടുന്ന് വെള്ളം കയറിയ സമയത്ത് നമ്മൾ പോയിട്ടാണ് നമ്മൾ ചെറുതിനെ എടുത്തിട്ട് വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. കാരണം ഇവർ വന്ന് നമ്മൾ ഓടിച്ചു വിടുകയാണ്. പോയിക്ക് അവിടെ നിൽക്കേണ്ട, നേഴ്സുമാർ നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കുട്ടികളെ, ഞങ്ങൾ പോയതുകൊണ്ട് ഞങ്ങളെ കുട്ടികളെ എടുത്ത് കൊണ്ടുവന്നു. ആ വാർഡിലൊക്കെ വെള്ളമായിരുന്നോ? ആ വാർഡ് ഫുള്ള് വെള്ളം. ബാത്റൂമിൽ നിന്നുള്ള വെള്ളം വരെ ഇങ്ങോട്ട് വരിക. ഇവിടെ വന്ന് നമ്മളിത് ചവിട്ടിയിട്ട് വേറെ വല്ല തൂക്കടേക്ക് വരിക. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ എല്ലാവരും അത് തന്നെ, വെള്ളം കയറിയിട്ട് സെക്യൂരിറ്റിക്കാരൊക്കെ അങ്ങോട്ടും മുന്നിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളത്, അങ്ങനെ ഇവർ ഐസൊലേഷൻ വാർഡിൽ നിന്നൊക്കെ ആ കുട്ടികളൊക്കെ എടുത്തിട്ട് മേലെ റൂമിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ICU കുഞ്ഞുങ്ങളെ മാറ്റി? ICU മാറ്റിയിട്ടില്ല, ICUലൊക്കെ വെള്ളം അവർ ICU കുട്ടികൾ അവിടെ തന്നെയാണ് കിടക്കുന്നത്. ഐസൊലേഷൻ വാർഡിൽ ഒരു 10 കുട്ടികളെടുത്തിട്ടുണ്ടാവും. അവരെ ഞങ്ങൾ എല്ലാവരും കൂടി കൊടുത്തിട്ട് മാറ്റിയതാണ്. കാരണം ഒറ്റ സെക്യൂരിറ്റിമാർ വെള്ളം കയറിയപ്പോൾ ഓരോ സാധനം എടുത്ത് പോയി എന്നല്ലാണ്ട് ഒരാളെ രക്ഷിക്കാനായിട്ട് ഇവിടെ നിന്നിട്ടില്ല. നിങ്ങൾ തന്നെയാണോ കുഞ്ഞുങ്ങളെ മാറ്റി? ഞങ്ങൾ, എൻ്റെ മോനും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ലേശം ഒരു ചെറിയൊരു ക്രിട്ടിക്കൽ പോലെ നിൽക്കുന്നതാണ്. ഇവൻ്റെ മോനും അങ്ങനെ തന്നെയാണ്. ഇവരെ മക്കളൊക്കെ അങ്ങനെ ഗ്ലൂക്കോസ് കേട്ടിരുന്ന് ഒഴിവാക്കിയിട്ട് എടുത്തുകൊണ്ടുപോയത് ഞങ്ങൾ. ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. നമുക്കിപ്പോൾ ഈ ഒരു ദൃശ്യങ്ങൾ കാണാം. ഈ ആശുപത്രിയുടെ ഉൾവശമാണ്. ആശുപത്രിയുടെ ഉൾവശത്തെല്ലാം തന്നെ ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. വാർഡുകളിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാതൃശിശു സംരക്ഷണ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളാണ്, അമ്മമാരാണ്, ഡെലിവറി കഴിഞ്ഞ അമ്മമാരാണ് അധികവും ഈ ICUവിലൊക്കെ ഉള്ളത്. നമുക്ക് കാണാം കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്, ഇതിനകത്തുള്ള ഈ ആശുപത്രിക്കുള്ളിലെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. കാരണം വളരെയധികം, അതായത് ICUവിൽ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇത് ഈ കാണുന്നത് കൂട്ടിരിപ്പുകാർ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയെല്ലാം നിറച്ചും വെള്ളമെത്തി, അതായത് മലിനജലമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഓടകളിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആർക്കും തന്നെ ഇരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ആശുപത്രിക്കുള്ളിലെ കാഴ്ചയാണിത്. തൊട്ട് നമ്മളിപ്പോൾ പോകുന്നത് വാർഡ്, ചെറിയ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ പ്രവേശിപ്പിച്ചിട്ടുള്ള വാർഡിൻ്റെ ഭാഗത്തേക്കാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ഇത് ICU ആണ്, പീഡിയാട്രിക് ICU ആണ്. ഈ പീഡിയാട്രിക് ICU നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തോന്നും. പീഡിയാട്രിക് ICU ആണ്. ഈ ICUവിൻ്റെ ഉള്ളിൽ വരെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ്. ഉള്ളോട്ട് കയറാൻ പറ്റില്ല, നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് ഉള്ളിൽ കയറുന്നത്. എന്നിരുന്നാൽ പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കീഴിലുള്ള മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഒരു അവസ്ഥയാണ്. വളരെ ദയനീയമായ, ഗുരുതരമായ ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെയുള്ള ആളുകൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ അവർ തന്നെയാണ് കുഞ്ഞുങ്ങളെ ഇവിടെ നിന്നും വാർഡുകളിലേക്ക് മാറ്റിയതെന്ന് പറയുന്നു. അറ്റൻഡർമാർ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ഇതെല്ലാം തന്നെ ഈ ഒരു ഇടനാഴിയാണ് ആശുപത്രിക്ക് വാർഡുകളിലേക്ക് മറ്റും പോകുന്നത്. അവിടെയെല്ലാം തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഉച്ച മുതൽ തന്നെ കനത്ത മഴ പെയ്യുന്നുണ്ട്. മലയോര മേഖലകളിലും നഗരങ്ങളിലും ഉൾപ്പെടെ യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ലാതെ. ഇത് പീഡിയാട്രിക് വാർഡാണ്, പീഡിയാട്രിക് ട്രയാജ് ആൻഡ് എമർജൻസി വാർഡാണ്. അവിടെയും നമുക്ക് കാണാം ഈ വെള്ളമെല്ലാം അഴുക്കുചാലിൽ നിന്നും എത്തിയിട്ടുള്ള വെള്ളമാണ്, കേടായ വെള്ളമാണ്. അതാണ് നമുക്ക് ഇവിടെ കെട്ടി നിൽക്കുന്നത് കാണാൻ കഴിയുന്നത്. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായ മാതൃശിശു സംരക്ഷണം, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രി, ഏറ്റവും കൂടുതൽ ഡെലിവറി നടക്കുന്ന ഒരു ആശുപത്രിയിലാണ് ഇത്തരം ഗുരുതരമായ ഒരു സാഹചര്യം ഇപ്പോൾ കടന്നു പോകുന്നത്. റീജിത്ത്, ഇതിൽ കാലവർഷം എത്തിയിട്ട് പോലുമില്ല, അതിനു മുമ്പ് മഴ ശക്തമാകുന്നു, ഇങ്ങനെ ഈ ആശുപത്രിക്കുള്ളിലേക്കൊക്കെ വെള്ളം കയറുന്ന നിലയുണ്ടാകുന്നു. അവിടെ നിന്നുള്ള ചിലരുടെ പ്രതികരണങ്ങളിൽ അവർ വലിയ രീതിയിലുള്ള പരാതി ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നു, അതിനുശേഷം അവർക്ക് വേണ്ട സഹായമൊന്നും ചെയ്തു നൽകാതെ അവരൊക്കെ അവനവൻ്റെ കാര്യം നോക്കിപ്പോയി എന്നുള്ള വിമർശനവും അവിടെ ശക്തമാക്കി ഉയർത്തുകയാണല്ലോ അവർ. മിഥില, തീർച്ചയായും
അത്തരം വിമർശനങ്ങൾ തന്നെയാണ്. ഇത് നമുക്കറിയാം, ഇതെല്ലാം വാർഡിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെയെല്ലാം തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നു. ആളുകൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കാലവർഷം എത്തിയിട്ടില്ല. അതിനു മുൻപേ പെയ്ത ഒരു മഴയിലെ ഒരു ദുരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ ബന്ധുക്കൾ, രോഗികളുടെ ബന്ധുക്കൾ, നമുക്കറിയാം ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സങ്കടത്തോടെ അല്ലെങ്കിൽ വിഷമത്തോടെ എല്ലാമായിരിക്കും അവരുടെ ബന്ധുക്കൾ ഇരിക്കുന്നുണ്ടാവുക. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ദുരിതം കൂടി അവർക്ക് പേറേണ്ടി വരുന്നത്. ഇതെല്ലാം തന്നെ വാർഡിലേക്കുള്ള വഴിയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡ്രെയിനേജിൽ നിന്ന്, അതായത് ഓവുചാലുവിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങോട്ട് ഇപ്പോൾ ഈ വാർഡിലേക്കെല്ലാം എത്തിയിട്ടുള്ളത്. ആളുകളെല്ലാം തന്നെ ഈ വെള്ളം ചവിട്ടിക്കൊണ്ടാണ്, ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, ഈ അമ്മ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഈ വെള്ളം ചവിട്ടിക്കൊണ്ടാണ്. ഇത് OP ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് IMCHന്റെ OP കൗണ്ടർ പ്രവർത്തിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങളാണ്. വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇത് ഒരു ഭാഗത്ത് മോട്ടോർ ഉപയോഗിച്ച്, ആശുപത്രിയുടെ പിൻവശത്ത് വലിയ രീതിയിൽ വെള്ളമുണ്ട്, അത് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് നീക്കാനുള്ള നടപടിയും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രം ഇപ്പോൾ കടന്നു പോകുന്നത്. റീജിത്ത്. ശരി, മിഥില ബാലൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ പൊതുവെ ശക്തമായ മഴ നഗരമേഖലയിലും മലയോര മേഖലയിലുമൊക്കെ ലഭിക്കുന്നുണ്ട്.